ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിപൊളി ഐറ്റമാണ് ക്യാരറ്റ് കസ്റ്റാർഡ് ഡ്രിങ്കാണ്. അത് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാരറ്റും കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ചോയ്സാണ് ഇടണോ വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കട്ടയില്ലാണ്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഇത് നമ്മൾ നല്ല തിക്കായിട്ടൊന്നുമല്ല, നമ്മളൊരു കുടിക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം മിക്സ് ആക്കിയ ശേഷം വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാനായിട്ട്. എന്നിട്ട് കൈ വിടാതെ ഇളക്കിയിട്ട് വേണം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് അടി പിടിക്കാണ്ട് നോക്കും വേണം. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ക്യാരറ്റ് പുഴുങ്ങിയതാണ്, നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ക്യാരറ്റ് പുഴുങ്ങിയത് അതിൽ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചൂടാറിയ ശേഷം വേണം നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കാഷ്യൂനട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഐസ് ക്യൂബ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഒരല്പം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി അരച്ചെടുത്തത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം. ശേഷം ഞാൻ 1 കപ്പ് പാലും കൂടി നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി കൂട്ടിയിട്ടാണ് നല്ല രീതിയിൽ മിക്സാക്കിയിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അത്തിപ്പായം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഈത്തപ്പായം ഉണ്ടെങ്കിൽ അതും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നട്ട്സും പിന്നെ അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് അനാറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയാ സീഡും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റേതെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് പെരുന്നാളിനായാലും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക.